ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാ കൂട്ടുകാർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. നമ്മളിത് തയ്യാറാക്കാൻ പോകുന്നത് പാസ്തയാണ്. നല്ല ക്രീമി ആയിട്ടുള്ളൊരു പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. പാസ്ത തന്നെ ഇപ്പോൾ നമുക്ക് കടകളിൽ പല വിധത്തിൽ വാങ്ങിക്കാൻ കിട്ടും. മക്രൂണി, സ്പെഗറ്റി, അങ്ങനെ ഒരുപാട് വെറൈറ്റി ടൈപ്പ് ഓഫ് പാസ്ത ഇപ്പോൾ നമ്മുടെ കടകളിലൊക്കെ അവൈലബിൾ ആണ്. ഇപ്പോൾ ഇത് ഓൺലൈനിലും അവൈലബിൾ ആണ്. ഈ ഒരു പാസ്തയുടെ ഹൈലൈറ്റ് എന്ന് പറഞ്ഞതിന് വേണ്ടി നമ്മൾ തയ്യാറാക്കുന്ന ഒരു വൈറ്റ് സോസാണ്. അപ്പോൾ ഞാൻ നേരെ വൈകുന്നില്ല, നമുക്ക് എത്രയും പെട്ടെന്ന് വീഡിയോയിലോട്ട് പോവാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടി ഇനേബിൾ ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ഒരു വെറൈറ്റി ആൽഫ്രെഡോ പാസ്ത തയ്യാറാക്കുന്നത് നോക്കാം. ആദ്യം തന്നെ നമുക്ക് പാസ്ത തയ്യാറാക്കണം. പാസ്ത തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാൻ സ്റ്റൗവിൽ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. ഈ വെള്ളം നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമുക്കിതിലോട്ട് ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, അതായത് നമ്മുടെ പാസ്തയ്ക്ക് ആവശ്യത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ ഓയിലോ അല്ലെങ്കിൽ കോക്കനട്ട് ഓയിലോ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഓയിൽ നമ്മൾ ആഡ് ചെയ്യുന്നത് നമ്മുടെ പാസ്ത പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഈ ഒരു പാസ്തയാണ് എടുത്തിട്ടുള്ളത്. നമുക്ക് വെള്ളത്തിലോട്ട് പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് 500-ൻ്റെ ഒരു പാക്കാണെന്ന് തോന്നുന്നു. ഞാൻ ആ പാക്ക് മുഴുവനായിട്ടും ഇതിലോട്ട് ചേർക്കുന്നുണ്ട്. ഏകദേശം 20 to 25 മിനിറ്റ്സ് വേണ്ടുള്ളൂ ഇത് ഒന്ന് കുക്കായി വരാൻ വേണ്ടിയിട്ട്. ഇത് നന്നായിട്ട് കുക്കായിട്ടുണ്ട്. നമ്മുടെ പാസ്ത ഓയിൽ ഒഴിച്ചത് കൊണ്ട് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒട്ടിപ്പിടിച്ച് പോയിട്ടൊന്നുമില്ല. ഇത് നമുക്കൊരു സ്ട്രൈനറിലോട്ട് ഒഴിച്ചിട്ട് വെള്ളമൊക്കെ ഒഴിവാക്കിയെടുക്കാം. ഇനി നമുക്ക് ഇതിലോട്ടുള്ള മസാല തയ്യാറാക്കണം. അതിനായിട്ട് ഞാൻ 1/2 കപ്പ് ക്യാരറ്റ്, ഒരു മീഡിയം സൈസുള്ള സവാള, ഒരു 5-8 അല്ലി വെളുത്തുള്ളിയും 2 പച്ചമുളകും കൂടി ചെറിയതായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് മസാല തയ്യാറാക്കാം. അതിനായിട്ട് ഞാൻ സ്റ്റൗവിലൊരു പാൻ വെച്ചിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്ക് അതിലോട്ട് ഏകദേശം ഒരു 2 ടേബിൾ സ്പൂണിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം. ബട്ടർ നന്നായിട്ട് മെൽറ്റ് ചെയ്ത് വരുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ബട്ടർ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് നമ്മൾ നേരത്തെ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള ഗാർലിക്ക് ഇട്ട് കൊടുക്കുക. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പിന്നെ നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്നിച്ചിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഈ ഒരു വെജിറ്റബിളിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വഴറ്റിയിട്ട് ഒന്ന് കുക്കാവുന്നവരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഈ ഒരു വെജിറ്റബിൾസിലോട്ട് നമ്മൾ വേറെ ഒന്നും തന്നെ ആഡ് ചെയ്യുന്നില്ല. അപ്പോൾ ഇതാ നമ്മുടെ വെജിറ്റബിളൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ടെങ്കിൽ നമുക്കിതൊന്ന് മാറ്റി വെക്കാം. ഇനി അടുത്ത് നമുക്കിതിലോട്ടുള്ള സോസ് തയ്യാറാക്കാം. വൈറ്റ് സോസിന് വേണ്ടിയിട്ട് ഞാൻ 1 കപ്പ് മിൽക്ക്, കുറച്ച് മൈദ, ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടറും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഞാൻ സ്റ്റൗവിൽ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോൾ നമുക്കിതിലോട്ട് ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ബട്ടർ മെൽറ്റായി വരുന്നുണ്ട്. ഇപ്പോൾ നമുക്കിതിലോട്ട് 3 ടേബിൾ സ്പൂണ് മൈദ ചേർത്ത് കൊടുക്കണം. 3 ടേബിൾ സ്പൂൺ ബട്ടറിന് 3 ടേബിൾ സ്പൂൺ മൈദ, ആ ഒരു റേഷ്യോ ആണ് ഈ ഒരു സോസിനായിട്ട് നമുക്ക് വേണ്ടത്. നമുക്കിനി നന്നായിട്ട് ഇതൊന്ന് ബട്ടറിൽ മിക്സ് ചെയ്തെടുക്കണം. നമ്മുടെ മൈദയുടെ പച്ചമണമെല്ലാം ഒന്ന് മാറി വരുന്നത് വരെ ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കണം. ഏകദേശം ആ ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടറിന് 3 ടേബിൾ സ്പൂൺ മൈദ എന്നുള്ള ആ ഒരു കണക്ക് കൂടാൻ പാടില്ല. കൂടുമ്പോൾ ഇത് പെട്ടെന്ന് കട്ടയായി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതേ അളവിൽ തന്നെ എടുക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കുക. നമ്മുടെ ബട്ടറും മൈദയും നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമുക്കിതിലോട്ട് മിൽക്ക് ആഡ് ചെയ്ത് കൊടുക്കണം. മിൽക്ക് ആഡ് ചെയ്യുമ്പോൾ നമ്മൾ കുറച്ചായിട്ടാണ് ആഡ് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നമ്മുടെ ഈ ഒരു മൈദ കട്ട പിടിക്കാൻ ചാൻസ് ഉണ്ട്. അത് മാത്രമല്ല, നമുക്ക് ആ ഒരു ക്രീമിൻ്റെ കൺസിസ്റ്റൻസി കിട്ടത്തില്ല.
മിൽക്ക് ആഡ് ചെയ്ത് പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക, ഇല്ലെങ്കിൽ പെട്ടെന്ന് കട്ട പിടിച്ച് പോവും. വീണ്ടും മിൽക്ക് ഒഴിക്കുക, വീണ്ടും ഇളക്കുക, ആ ഒരു രീതിയിൽ ചെയ്തുകൊണ്ടിരിക്കുക. നമ്മൾ എന്താ പറയുക, ആ ഒരു ക്രീമിൻ്റെ ആ ഒരു സ്ട്രക്ചർ കിട്ടുന്നത് വരെ നിങ്ങൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുക. ഇതാണ് നമ്മുടെ ക്രീമിൻ്റെ റെഡി ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ. നല്ല ഒരു ക്രീമി ആയിട്ടുള്ള ഒരു സ്ട്രക്ചറാണ് നമുക്ക് ഈ ഒരു ക്രീമിനായിട്ട് വേണ്ടത്. ക്രീമിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി അറിയണമെങ്കിൽ നമ്മളിതുപോലെ ഈ സ്പൂണിങ്ങനെ ഇതിലൊന്ന് ഡിപ്പ് ചെയ്തെടുത്തിട്ട് കൈകൊണ്ട് ഇങ്ങനെ നടുക്കൊരു വര കൊടുക്കുമ്പോൾ ഇത് ക്രീം അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ ഒലിച്ചു പോവില്ല. അതാണ് അതിൻ്റെ കറക്റ്റ് കൺസിസ്റ്റൻസി. ഇനി നമുക്കിതിലോട്ട് കുറച്ച് സ്പൈസ് ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിതാ ഒരു 1/2 ടേബിൾ സ്പൂൺ ഒറിഗാനോ, 1/2 ടേബിൾ സ്പൂൺ ചില്ലി ഫ്ലേക്സും 1/2 ടേബിൾ സ്പൂണ് പെപ്പർ പൗഡറും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്ക് ഇത് മിക്സ് ചെയ്ത് എടുക്കാം. നിങ്ങൾ ഇതൊന്ന് ടേസ്റ്റ് ചെയ്തിട്ട് ഉപ്പ് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക. ഞാനിവിടെ സാൾട്ടഡ് ബട്ടറാണ് എടുത്തിട്ടുള്ളത്, അതുകൊണ്ട് ഞാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടില്ല. നമ്മുടെ ക്രീം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ കുക്ക് ചെയ്ത് വെച്ചിട്ടുള്ള വെജിറ്റബിൾസ് ആഡ് ചെയ്ത് കൊടുക്കുക. വെജിറ്റബിൾസും ക്രീമും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് ചിക്കൻ ഫ്രൈ ചെയ്തതോടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചിക്കൻ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്താണ്, അത് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ഇതിൽ ആഡ് ചെയ്തിട്ടുള്ളൂ. നമുക്ക് ഇത് നന്നായിട്ട് ഇതിലൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ക്രീമിൻ്റെ ഫുൾ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് മാറ്റി വെച്ചിട്ടുള്ള പാസ്ത ആഡ് ചെയ്ത് കൊടുക്കാം. പാസ്തയും ക്രീമും നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും നമ്മുടെ പരിപാടിയുള്ളൂ. നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ആൽഫ്രെഡോ പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് ബൗളിലോട്ട് മാറ്റാം. കാണുമ്പം തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും അടിപൊളി ടേസ്റ്റാണ്. ഞാൻ ഇതിൻ്റെ മുകളിലോട്ട് കുറച്ച് ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ ആൽഫ്രെഡോ ക്രീമി പാസ്ത ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെറൈറ്റി ഒക്കെ ഇഷ്ടപ്പെടുന്നവർക്ക് ഇതെന്തായാലും യൂസ്ഫുള്ളായിരിക്കും. നമ്മൾ മൈദ ഉപയോഗിച്ച് ആ ഒരു ക്രീം ഉണ്ടാക്കുന്നതിന് പകരം ഫ്രഷ് ക്രീം ഉപയോഗിച്ചും ഈ ഒരു ക്രീം തയ്യാറാക്കും. ഞാനിത് എല്ലാവർക്കും യൂസ്ഫുൾ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മൈദ ഉപയോഗിച്ച് ആ ക്രീം തയ്യാറാക്കിയത്. ഇന്നത്തെ ഈ ഒരു വെറൈറ്റി ആയിട്ടുള്ള പാസ്ത നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ എല്ലാവരും മറന്നു പോവാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓളും കൂടെ എനേബിൾ ചെയ്യുക. അപ്പോൾ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരുന്നത് വരെ എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ബൈ. താങ്ക് യു.